ഐക്യരാഷ്ട്രസഭയിൽ യുക്രൈൻ യുദ്ധത്തിൽ യൂറോപ്യൻ പ്രമേയം അമേരിക്കൻ എതിർപ്പ് മറികടന്ന പാസായി. റഷ്യയെ അനുകൂലിച്ച് അമേരിക്ക വോട്ട് ചെയ്തു. മാത്രമല്ല യൂറോപ്യൻ ശക്തികളെ അമേരിക്ക പ്രേരിപ്പിക്കുകയും ചെയ്തു. റഷ്യയും അമേരിക്കയും ഒരേ രീതിയിൽ ചിന്തിക്കുന്ന ഒരു കാലം ഉദയം ചെയ്തിരിക്കുന്നു എന്ന വിചിത്രമായ സാഹചര്യം യു എന്നിൽ നിലനിൽക്കുന്നു. ഈ അവസരത്തിൽ ബി പി ജെയിംസ് കൂടി നമുക്കൊപ്പം ചേരുന്നു. ബി പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. ബി പി ജെയിംസ്, നമുക്ക് വല്ലാത്തൊരു അവസ്ഥയിൽ നമ്മൾ നിൽക്കുക. അതുകൊണ്ട് നമുക്ക് ഒരുപാട് സമയം ഇതിനായിട്ട് ചെലവഴിക്കാനില്ല. കാരണം ഈ വെഞ്ഞാറമൂട്ടിലെ കൊലപാതകം, അപ്പോൾ നമ്മൾ ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇത് വലിയൊരു രാഷ്ട്രീയ സംഭവവാസമാണ്. ലോകക്രമം തന്നെ മാറ്റിമറിക്കുന്നതിന് തരത്തിലേക്കുള്ള നീക്കങ്ങൾ കഴിഞ്ഞ് 2 ആഴ്ചയായിട്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ ഫസ്റ്റ് ആയിട്ടുള്ള ഒരു സിംബോളിക് ആയിട്ടുള്ള ആക്ട് ഐക്യരാഷ്ട്രസഭയിൽ നടന്നിരിക്കുന്നു. എല്ലാ കാലത്തും യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയെ ഒരുമിച്ചാണ് വോട്ട് ചെയ്യുന്നത്, അതും റഷ്യക്കെതിരെ അല്ലെങ്കിൽ നോർത്ത് കൊറിയക്കെതിരെ. പക്ഷെ അതിന് വലിയ മാറ്റം വന്നിരിക്കുന്നു. ഇതാദ്യമായി ഉക്രൈനിൽ യുദ്ധത്തിൻ്റെ 3ാം വാർഷിക ദിനത്തിൽ യൂറോപ്പ് കൊണ്ടുവന്ന റഷ്യക്കെതിരെയുള്ള പ്രമേയം അത് ഉറച്ചു നിൽക്കരുത്, റഷ്യയുടെ പേര് മാറ്റണമെന്ന് ഒരുപാട് തവണ അമേരിക്ക ആവശ്യപ്പെട്ടു. യൂറോപ്പ് വഴങ്ങിയില്ല, ഉക്രൈൻ വഴങ്ങിയില്ല, വോട്ടിനിട്ടു. 93 രാജ്യങ്ങൾ പിന്തുണച്ചത് പാസ്സായി. 65 രാജ്യങ്ങൾ വിട്ടുനിന്നു. അമേരിക്കയും റഷ്യയും അടക്കം ആദ്യമായി അവർ ഒരുമിച്ച് നിന്ന് ഇതിനെ എതിർത്തു. 8 പേരാണ് എതിർത്ത് വോട്ട് ചെയ്തത്. എന്തായാലും അമേരിക്കയും റഷ്യയും ഒറ്റപ്പെട്ടെങ്കിലും അവിടെ യൂറോപ്പിനും യുക്രൈനും വിജയമുണ്ടായി, 93 വോട്ട്. പക്ഷേ 65 രാജ്യങ്ങൾ വിട്ടുനിന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അമേരിക്കയുടെ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് വന്നതിന് ശേഷമാണ് ഇതാദ്യമായി 3 വർഷം ഉക്രൈനെ പിന്തുണച്ച അമേരിക്ക ഇത് റഷ്യൻ പക്ഷത്തേക്ക് ചേർന്നിരിക്കുന്നു എന്ന് കൃത്യമായി നമുക്ക് പറയാൻ പറ്റുന്ന അവസ്ഥയിൽ റഷ്യയുടെ പേര് ഉപയോഗിക്കാൻ പാടില്ല. പണ്ട് നമ്മൾ പോളണ്ടിനെ കുറിച്ച് മൗനം പാലിಗೆ പോളണ്ടിനെ കുറിച്ച് മിണ്ടരുത് എന്ന് പറഞ്ഞ പോലെയുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ട്രംപും പുടിനും. ട്രംപ് പറയുന്നത് പുടിനെ ഞാൻ റഷ്യയിൽ പോയി കാണുന്ന കാലം വിദൂരമല്ല, അടുത്ത നാളുകളിൽ തന്നെ കാണുമെന്ന് പറയുന്നു. എന്തായാലും ഇതിനിടയിൽ യുക്രൈന് പിന്തുണയായിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിലെ പ്രമുഖർ 12ലേറെ യൂറോപ്പിൻ്റെ രാഷ്ട്രത്തലവന്മാർ കീവിലെത്തി. യുക്രൈന് പ്രസിഡന്റ് സെലൻസ്കിക്കും പിന്തുണ പ്രഖ്യാപിച്ചു. അപ്പോൾ ഈ തരത്തിൽ അമേരിക്കയെ വെല്ലുവിളിച്ച് യൂറോപ്പ് വരുന്നു. പക്ഷേ യൂറോപ്പിൻ്റെ അതിനിടയിൽ ഇമ്മാനുവൽ മാക്രോൺ ഫ്രഞ്ച് പ്രസിഡന്റ് യൂറോപ്പിനെ പ്രതിനിധീകരിച്ച് വൈറ്റ് ഹൗസിൽ പോയി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ച നടത്തി. അവർ രണ്ടുപേരും പല കാര്യങ്ങളിലും മഞ്ഞുരുകിയെങ്കിലും പ്രധാനപ്പെട്ട യുക്രൈൻ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ അഭിപ്രായ ഭിന്നത നിൽക്കുന്നു. അമേരിക്ക ആവശ്യപ്പെടുന്ന അവിടുത്തെ 500 ബില്യൺ വരുന്ന ധാതു നിക്ഷേപത്തിൻ്റെ ഭാഗം അമേരിക്കയ്ക്ക് നൽകണം മിലിറ്ററി എയ്ഡിന് പകരമായിട്ടെന്നാണ് ട്രംപ് വാദിക്കുന്നത്. ട്രംപിനെല്ലാം കച്ചവടമാണ്. പക്ഷേ ഉക്രൈന് വേണ്ടി വാദിച്ച ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞത് ഈ $500 ബില്യൺ കൊടുക്കേണ്ടത് ഉക്രൈനല്ല, അത് റഷ്യയാണ് ആക്രമിച്ചത്. അപ്പോൾ ഇവർ തമ്മിൽ വലിയ ഡിഫറൻസ് പത്രസമ്മേളനത്തിലുണ്ടായി. അപ്പോൾ ലോകക്രമത്തിൽ മാറ്റം വരുന്നു. ഇങ്ങനെ ചെയ്താൽ റഷ്യക്ക് ഇങ്ങനെ ഇത് കൊടുത്താൽ ചൈന കയറി തായ്വാൻ ആക്രമിക്കും, മറ്റു രാജ്യങ്ങളിൽ കയറി ആക്രമിക്കുന്ന അവസ്ഥയെത്തും. ഇത് ലോകക്രമത്തെ തന്നെ അട്ടിമറിക്കുമെന്നുള്ള ചിന്തയാണ് യൂറോപ്പിലും ലോകമെമ്പാടുമുള്ളത്. ബി പി ജെയിംസ്, നമുക്കൊക്കെ വളരെ ആകാംക്ഷയോടെ നമ്മൾ കാത്തിരിക്കുന്ന കാര്യമാണ് നമ്മുടെ മാർപ്പാപ്പയുടെ രോഗവിവരത്തെക്കുറിച്ചുള്ള. ഇപ്പോൾ ആശ്വാസകരമായ ചില വാർത്ത വരുന്നു. രോഗനിലയിൽ അല്പം ആശ്വാസം വന്നിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ സ്ഥിതി സാധാരണ നിലയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും കൂടുതൽ വിശദാംശങ്ങൾ കിട്ടിയോ? ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കിഡ്നിയെ ബാധിച്ചിരുന്നു, അത് കൺട്രോൾ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ നേട്ടമായിട്ട് പറയുന്നത്. പക്ഷേ ഗുരുതരാവസ്ഥ അല്ലെങ്കിൽ അപകടനില തരണം ചെയ്തിട്ടില്ല. കാരണം ഈ രക്തത്തിലേക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രക്തത്തിലേക്ക് അണുബാധ ഉണ്ടായിരിക്കുന്നത് ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, ഈ പോളി മൈക്രോബിയൽ അറ്റാക്കാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലിയറിനുള്ള സാധ്യത ഇപ്പോഴും ഡോക്ടേഴ്സ് തള്ളിക്കളയുന്നില്ല. എന്തായാലും ഇത് നേരിയ പുരോഗതി ഉണ്ടായപ്പോൾ തന്നെ മാർപ്പാപ്പ ആദ്യം ചെയ്തത് അതൊരു സിംബോളിക് ആക്റ്റാണ്. അദ്ദേഹം ഗസയിലെ വിളിച്ച് അർജന്റീനിയൻ പ്രീസ്റ്റ് അല്ലെങ്കിൽ ഗസയിലെ അവിടുത്തെ പള്ളിയിലെ പ്രീസ്റ്റായിട്ടുള്ള റൊമനില്ലി ആയിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. ഗസയിൽ എന്താണ് സ്ഥിതി, പാലസ്തീൻകാരുടെ അവസ്ഥ എന്താണ്? കാരണം പാലസ്തീൻകാർക്ക് ഏറ്റവും കൂടുതൽ അഭയം കൊടുക്കുന്ന പള്ളിയാണത്. ആ പള്ളിയിൽ വിളിച്ചത് ഒരു സിംബോളിക് ആക്റ്റാണ്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനിടയിൽ പാലസ്തീനികളായിട്ടുള്ള 61,000 കുഞ്ഞുങ്ങളും സ്ത്രീകളൊക്കെ കൊല്ലപ്പെട്ടതിനോടൊപ്പം മാർപ്പാപ്പ അടുത്ത നിലപാട് എടുത്തിരുന്നു. പാലസ്തീന് വേണ്ടിയിട്ട് ഇസ്രായേലിനെ കുറ്റപ്പെടുത്തിയിരുന്നു. ആ നിലപാട് തന്നെ ഉറച്ചു നിൽക്കുന്നതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് ആദ്യ വിളി പോയത് ഗസയിലേക്കാണ്. പാലസ്തീൻകാരായിട്ടുള്ള ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന അവിടേക്ക് ആണ് അദ്ദേഹത്തിൻ്റെ വിളി പോയത്. അതൊരു രാഷ്ട്രീയ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൂടി കാണേണ്ടി വരും. താങ്ക് യു ബി പി ജെയിംസ്. നമുക്ക് നാളെ കാണാം ബി പി. ഓക്കെ, താങ്ക് യു. നാളെ കാണാൻ പറ്റുമെങ്കിൽ അങ്ങനെ പറയാൻ പറ്റൂ. ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഒരു നിശ്ചയമില്ല, ഒന്നിനും തിരിയാ ലോക രഹസ്യമാർക്കുമേ, വരുമോരോ ദിശ വന്ന പോലെ പോവും.
അല്ല നമ്മളെ അതൊന്നും കഥയുള്ള കാര്യമല്ലല്ലോ. നമ്മൾ ഇപ്പൊ ആയിരിക്കും ലിവ് ഇൻ ദിസ് മൂമെന്റ്. നമ്മൾ പോസിറ്റീവാ ബി നമ്മൾ വളരെ കരുത്തോടെ മുന്നോട്ട് പോവുക. ബി ഒന്ന് സൂക്ഷിച്ചോണം പുറത്തൊക്കെ ഇറങ്ങി നടക്കുന്നത്. താങ്ക് യു ബി ജെയിംസ്.